ഇത് കുറേ വാണിംഗ് നമുക്ക് നൽകും. അതൊന്നും ഉൾക്കൊള്ളാതെ അതിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴാണ് അപകടങ്ങൾ വിളിച്ചു വരുന്നത്. പുതിയതായിട്ട് ഒരാൾ വരുവോ അല്ലെങ്കിൽ കാണുകയോ ചെയ്യുമ്പം ഈ ആനയെ കണ്ടങ്ങ് അടുത്തടുത്ത് അങ്ങ് ചെല്ലും. ചെവി ആട്ടുന്ന സമയത്ത് നമ്മുടെ എന്തെങ്കിലും സ്മെല്ല് കിട്ടിക്കഴിയുമ്പോൾ ചെവി വട്ടം പിടിക്കും. അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അന്നേരം നമുക്കറിയാം, ദൂരെ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് ആനയെ കാണാൻ പറ്റും. നമ്മുടെ സ്മെല്ല് അതിൻ്റെ അടുത്ത് ചെന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി വട്ടം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വഴി മാറി അങ്ങ് പോവുക, അല്ലെങ്കിൽ അതിന് ശ്രദ്ധിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ അതിനെ പ്രകോപിക്കുകയോ ചെയ്യാതെ മാറിപ്പോവുക എന്നുള്ളതാണ് അതിൻ്റെ അടയാളം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തലയുയർത്തി ചുറ്റുവട്ടത്ത് നോക്കി തുമ്പിക്ക് കൊടുത്ത് മെല്ലി പിടിക്കാൻ വേണ്ടി ഒരു അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കിട്ടി, ഇത് മനസ്സിലായി, ഇതിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ആരും അടുത്ത് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായതിന് ശേഷം പിന്നെ അത് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അതൊന്നും ഉൾക്കൊള്ളാതെ അതിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴാണ് അപകടങ്ങൾ വിളിച്ചു വരുന്നത്. പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഏതൊരു മൃഗങ്ങളായി തന്നെയും, ഇപ്പം നമുക്കറിയാം കുരങ്ങന്മാരായി തന്നെയും അല്ലെങ്കിൽ മറ്റേ ആനയായി അങ്ങനെയുള്ള കൂട്ടങ്ങൾ തന്നെ പ്രായപൂർത്തിയായി കഴിയുമ്പം അതിൻ്റേതായ ഒരു ടെറിട്ടറി സൃഷ്ടിയാകുന്നുണ്ട്. അതിന് അമ്മ സംരക്ഷിച്ച് നിർത്തിയ ആ ഭാഗത്തു നിന്ന് മാറി മറ്റേ സ്ഥലത്തേക്ക് പോകും. ഇവരാണ് ഒറ്റയാനായിട്ട് രൂപപ്പെടുന്നത്. ഇവർ അവരുടേതായ ഒരു ടെറിട്ടറി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവർ മറ്റ് ഫീമെയിലുമായിട്ട് മേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും അവർ അവരുടേതായ ഒരു ടെറിട്ടറി ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ തിരിഞ്ഞ് വരുന്നതാണ് മൃഗങ്ങൾ എന്തെങ്കിലും ഒറ്റയാനായിട്ട് വരുന്നത്. ഈ ആനയ്ക്ക് വിയർപ്പ് ഗ്രന്ഥികളില്ല. ചെവി ആട്ടിയാണ് ദേഹത്തെ ചൂട് മാറ്റിവിടുന്നത്. ഈ സ്കിന്നിലുണ്ടാകുന്ന ചൂട് ഒഴിവാക്കാൻ വേണ്ടി പച്ചമണ്ണ് കാണുമ്പോഴും അല്ലാതെ ഉണങ്ങിക്കിടക്കുന്ന മണ്ണ് കാണുമ്പോഴും അത് വാരി ദേഹത്തോട്ടിടും. എന്നിട്ട് ദേഹം തണുത്ത് തന്നെ നിൽക്കും. ഈ കാട്ടിൽ കാണുന്ന ആനയും പുറത്ത് കാണുന്ന ആനയും തമ്മിൽ കളറിൽ ഭയങ്കര വ്യത്യാസമാണ്. അത് കംപ്ലീറ്റ് മണ്ണാണ്. അത് ഈ ചൂടിന് നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി പ്രകൃതിയായി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. 100 ലിറ്ററോളം വെള്ളം ഒരു ദിവസം കുടിക്കുമെന്നാണ് പറയുന്നത്. 100 ലിറ്ററോളം വെള്ളം. അപ്പോൾ ആ 100 ലിറ്ററോളം വെള്ളം ഒരു പക്ഷേ നമുക്ക് ചെറിയ ടാനിക്കകത്തു നിന്നോ അല്ലെങ്കിൽ ചെറിയ സ്ട്രീമിനകത്തു നിന്ന് ലഭിക്കണമെന്നില്ല. കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ എല്ലാം കൂടെയാണ് അതവിടെ ഉള്ളിൽ ചെല്ലുന്നത്. വേനൽക്കാലത്താണെങ്കിൽ സ്ട്രീംസ് ഒന്നുമില്ല. ചെടികളും പുല്ലുകളും ഒക്കെ പറിച്ച് തിന്ന് ആണ് അതിനകത്തു നിന്ന് ആ വെള്ളം കണ്ടെത്തുന്നത്. മഴക്കാലത്ത് ഇടുന്ന പിണ്ടവും അതുപോലെ തന്നെ നമ്മുടെ വേനൽക്കാലത്ത് ഇടുന്ന പിണ്ടം നമ്മൾ വളരെ വ്യത്യാസമായിരിക്കും. ആ സമയം വേനൽക്കാലത്ത് ഭയങ്കര ഡ്രൈ ആയിരിക്കും. ഇപ്പോഴത്തെ ഒരു ശ്രദ്ധിച്ച് നോക്കി, ഇപ്പോഴത്തെ നല്ല വെള്ളമാണ് അതിനകത്ത്. അപ്പോൾ നമുക്ക് ആ ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്.